വെൽക്കം ടു ഡേ 2 ഓഫ് മലേഷ്യ. അപ്പൊ ഞങ്ങൾ ഇത് രാവിലെയൊക്കെ എണീച്ച് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇന്നുള്ള സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ രാവിലെ തന്നെ ഞാൻ മുന്നേ പറഞ്ഞിരുന്ന ആ ഫ്രണ്ട് വന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇനി എല്ലായിടത്തേക്കും കറങ്ങാൻ പോകുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ ദാവത്തിൽ തന്നെയാണ് പോയത്. അവിടെ പോയി നല്ല അടിപൊളി സദ്യ കഴിച്ചു. മംഗലാപുരത്ത് പോലെ ഇത്രയും ടേസ്റ്റുള്ള സദ്യ കിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പോയത് ബാട്ടു കേവ്സിലേക്കാണ്. മലേഷ്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വിസിറ്റിംഗ് പ്ലേസ് ആണല്ലോ ബാട്ടു കേവ്സ്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. പക്ഷെ ഞങ്ങൾക്ക് ഒട്ടും ലക്കില്ലാത്തത് കാരണം ഞങ്ങൾ നവംബർ മന്തിൽ പോയത് കാരണം ഞങ്ങൾക്ക് കാണാനേ പറ്റിയില്ല അവിടുത്തെ ആ വലിയ മുരുകന്റെ സ്റ്റാച്യു. ബിക്കോസ് അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് അവരൊന്നും പിന്നെ കാറിൽ നിന്ന് ഇറങ്ങിയില്ല, ഭയങ്കര വെയിലായതുകൊണ്ട് ഞാനും അക്ഷരനും മാത്രമേ ഇറങ്ങിയുള്ളൂ. അപ്പൊ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഒരാൾ പറഞ്ഞു ബാട്ടു കേവ്സിന്റെ ഇപ്പുറത്ത് തന്നെ വലിയൊരു കേവും പിന്നെ ഇങ്ങനെ ബേർഡ്സിനും ഫിഷിനും ഒക്കെ ഫീഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറണമെങ്കിൽ അവർ നമ്മുടെ കയ്യിൽ ഒരു ബാൻഡും തരും, നമ്മൾ അതിന് പേയ്മെന്റ് ചെയ്യണം. അപ്പൊ അക്ഷയട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ അവിടേക്ക് പോയി അക്ഷയട്ട് ഫുള്ള് ഫീഡ് ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിരുന്നു ആള്. പിന്നെ ആ കേവിന്റെ ഉള്ളിലൊക്കെ ഞങ്ങൾ കയറി കുറെ എക്സ്പ്ലോർ ചെയ്തു. അത് ഭയങ്കര രസമായിരുന്നു. കാരണം നമ്മുടെ വീഡിയോ ഒന്നും അധികം എടുക്കാൻ പറ്റിയില്ല, പക്ഷെ നല്ല രസമുണ്ടായി കാണാനായിട്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ജെൻഡിങ് ഹൈലൻഡിലേക്കാണ്. ഇതാണ് നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ. ഇന്ന് ഇവിടെയാണ് നമ്മൾ ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ നിന്ന് നമ്മൾ കേബിൾ കാറിൽ വേണം എല്ലാ സ്ഥലത്തേക്കും പോകാനായിട്ട്. എനിക്ക് ഭയങ്കര പേടിയാണ് ഈ സംഭവങ്ങളൊക്കെ. ഞാൻ എത്രയോ വീഡിയോസിൽ അത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയാണ്. പക്ഷെ ഇവരെല്ലാവരും ഇൻസിസ്റ്റ് ചെയ്ത് നമുക്ക് എന്തായാലും പോകണം, പോയേ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം കയറിയപ്പോഴൊന്നും എനിക്ക് അത്ര വലിയ പേടിയൊന്നും ഉണ്ടായില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാലും എവിടേക്കും ഒരു പേടി ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റേഷനിൽ എത്തി. അതെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു ചൈനീസ് ടെമ്പിൾ ആയിരുന്നു. എന്തൊരു ഭംഗി! ഇതിലും അത് കാണിക്കാൻ തന്നെ എനിക്ക് പറ്റുന്നില്ല, കാരണം അത്രയും ഭംഗിയുണ്ട്. ക്യാമറയിൽ എത്രത്തോളം അതിന്റെ ബ്യൂട്ടി ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട് അവിടുത്തെ. പിന്നീട് അവിടെ മലേഷ്യ പോയി വന്നപ്പോഴാണ് അറിഞ്ഞത് അവിടെ ചൈനീസ് കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളത്. അത് അപ്പം അറിഞ്ഞിരുന്നെങ്കിൽ അതൊക്കെ ഇട്ട് ഒരു വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കായിരുന്നു. ആണെങ്കിൽ ആ ബുദ്ധേൻ്റെത് കാണാനും പിന്നെ നല്ല കോടമഞ്ഞും തണുപ്പും ഒക്കെ ആയിരുന്നു. എല്ലാം നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് വീണ്ടും തിരിച്ച് ഞങ്ങൾ മേലോട്ട് പോയി അടുത്ത് നമ്മുടെ മാളിലേക്ക് പോകാനായിട്ട്. ഈ മേലോട്ട് പോകാന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമാണ് നിങ്ങൾ വിചാരിക്കേണ്ട. ഒരുപാട് എസ്കലേറ്റർ കയറിയിട്ടാണ് നമ്മൾ ഈ കേബിൾ കാർ കയറേണ്ടടത്തേക്ക് എത്തേണ്ടത്. അവിടുന്ന് പിന്നെ കേബിൾ കാർ കയറിയിട്ട് പിന്നെയും കുറേ പോകണം ഓരോ സ്ഥലത്തേക്ക്. അപ്പൊ ഈ മാളെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എന്തോ വലിയ മാളാണ്. ആൻഡ് മാളിലേക്ക് പോകുന്ന വഴിക്ക് ഇത് നിന്നു. അപ്പൊ ഞങ്ങൾക്ക് ശരിക്കും പേടിയായി. പിന്നെ ചേട്ടായി അക്ഷരണം പറഞ്ഞു ഇതാണ്, നിൽക്കൊന്നുമില്ല, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു കോൺഫിഡൻസ് ആയി. ഞാൻ അതേപോലെ തന്നെ അത് പിന്നെ മുന്നോട്ട് പോവുകയും ചെയ്തു. ഞാൻ പോകുന്ന വഴിക്ക് നമ്മൾ വേൾഡിലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് താമസിക്കാൻ പറ്റുന്ന ഹോട്ടൽ അതാണ് ഈ കാണുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് താമസിക്കാൻ പറ്റുന്ന വേൾഡിലെ ഏറ്റവും വലിയൊരു ഹോട്ടലാണിത്. അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ആൻഡ് ഈ ഒരു സെക്ഷനിൽ എത്തിയപ്പോഴാണ് മനസ്സിലായി നമ്മൾ എത്രത്തോളം ഉയരത്തിലാണ്. കാരണം ആ ഹോട്ടൽ തന്നെ അത്രയും വലുപ്പത്തിലാണ്. അതിന്റെ ഒരു ലെവലിൽ എത്തുക എന്നുണ്ടെങ്കിൽ അത്രയും ഉയരത്തിലാണ് നമ്മൾ പോണതെന്ന് മനസ്സിലായി. ആൻഡ് മാളിൽ ചെന്നപ്പോൾ തന്നെ ഫസ്റ്റ് ഞാൻ കണ്ടത് കസിനോ ആണ്. എനിക്ക് കസിനോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. ഞാൻ ഗോവയിൽ എപ്പോൾ പോകുമ്പോഴും കസിനോയിൽ പോകാറുണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ അതേപോലെ ഈസിയാണെന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെയൊന്നും അല്ല. കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ പാസ്പോർട്ട് കാണിക്കണം, പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു ലോകയല്ല. ആ കസിനോ കണ്ടാൽ ശരിക്കും ഷോക്കാവും. പക്ഷെ അതിന്റെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. ആൻഡ് ഇതിനുള്ളിൽ കുറേ ഷോപ്പുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ എണ്ണത്തിൽ കയറി. പക്ഷെ അവൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ അധികം ഒന്നും വാങ്ങിക്കരുത്, ഭയങ്കര എക്സ്പെൻസീവ് ആണ്, നമുക്ക് ജെൻഡിങ് ഹൈലൻഡിലേക്ക് താഴെ പോയിട്ട് അവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെ അധികം സാധനങ്ങളൊന്നും ഇവിടെ നിന്നൊന്നും വാങ്ങിച്ചിട്ടുമില്ല. പിന്നെ ഇവിടെ ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി. മാത്രമല്ല അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ സംഭവങ്ങളും കുറേ എന്റർടൈൻമെന്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായി. അതേപോലെ തന്നെ നല്ല റഷും ആയിരുന്നു. കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടായി. ഞങ്ങൾ അവിടുന്ന് ഫുഡൊന്നും കഴിച്ചൊന്നുമില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് നമ്മൾ തിരിച്ച് വീണ്ടും താഴത്തേക്ക് ജെൻഡിങ് ഹൈലൻഡിലേക്ക് പോവാണ്. അവിടെയാണ് ഇനി നമ്മൾ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. താഴത്തേക്ക് പോകുമ്പോൾ ശരിക്കും പേടിയായി, കാരണം ഒരൊറ്റ ഇറക്കമായിരുന്നു. അപ്പോൾ ശരിക്കും പേടിയാവും താഴത്തേക്ക് കാണുമ്പോൾ. പിന്നെ ഭയങ്കര മൂടൽമഞ്ഞായിരുന്നു, ഒന്നും അധികം കാണാനും പറ്റുന്നുണ്ടായില്ല. താഴെ എത്തിയപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്തെന്താ വെച്ചാൽ സ്നാക്സ് കണ്ടു. സ്നാക്സ് എന്ന് വെച്ചാൽ പാകിസ്ഥാനി സ്നാക്സ് ആയിരുന്നു. അത് അവിടുത്തെ ഓരോ ഐറ്റംസ് ആയിരുന്നു. അത് പക്ഷെ വാങ്ങിച്ചപ്പോൾ ടേസ്റ്റും ഒക്കെ ഉണ്ടായി. ഒന്ന് രണ്ടെണ്ണം ഞങ്ങൾ വാങ്ങിച്ചത് കഴിച്ചു നോക്കി. ഏകദേശം നമ്മുടെ ഇന്ത്യൻ്റെ ഒരു പോലത്തെ ഫുഡ് ഐറ്റംസ് സ്നാക്സ് പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫുൾ ബ്രാൻഡഡ് ഷോപ്സ് ആണ്. അപ്പോൾ ഇടയിൽ വെച്ചിട്ട് നമ്മൾ രണ്ടുപേരും സ്പ്ലിറ്റ് ആയി. അവർ കുറേ സാധനങ്ങൾ നോക്കാൻ പോയി, ഞങ്ങളും കുറേ സാധനങ്ങൾ നോക്കാൻ പോയി. അവർ പിന്നെയും കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. ഞങ്ങൾ അധികമൊന്നും അങ്ങനെ വാങ്ങിച്ചില്ല. എനിക്ക് പൊതുവേ ഈ ബ്രാൻഡഡ് ഐറ്റംസ് അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഇല്ല വാങ്ങിക്കാൻ. കാരണം
ഭയങ്കര പൈസ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങിക്കില്ല. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട ചില ബ്രാൻഡ് ഉണ്ട്, അതൊക്കെ ഞാൻ വാങ്ങിക്കും. നോട്ട് നൗ, ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ അത് വാങ്ങിക്കും. ആൻഡ് ഇവിടെ ഇതേപോലെ നല്ല മഞ്ഞായിരുന്നു, മഞ്ഞിങ്ങനെ വീഴുന്നുണ്ടായിരുന്നു. പക്ഷെ നല്ല രസമുണ്ട് ഈ പ്ലേസ് കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ അഡിഡാസിലൊക്കെ കയറിയിട്ട് ഞാൻ ഷൂ വാങ്ങിച്ചു. ആദ്യമായിട്ടുള്ള എൻ്റെ ഒരു എക്സ്പെൻസീവ് ഷൂ എന്ന് പറയുന്നത് ഈ അഡിഡാസ് നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും. അത് അക്ഷയുടെ കുറേ നിർബന്ധിച്ചിട്ട് ഞാൻ പോയി വാങ്ങിച്ചത്. ഇവരും വാങ്ങിച്ചിട്ടുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഇവർ വീണ്ടും വാച്ച് നോക്കാൻ പോയ സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്തു, ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചിട്ട് ഫുഡ് വാങ്ങിക്കാൻ പോയി. ഇനി എൻ്റെ ലൈഫിൽ ഞാൻ മലേഷ്യയിൽ പോകണമെങ്കിൽ ഈ ഫുഡ് കഴിക്കില്ല. എനിക്ക് ഇപ്പോഴും ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ വൊമിറ്റ് ചെയ്യാൻ വരും, അത്രയും വേസ്റ്റ് ടേസ്റ്റ് ആയിരുന്നു. പറയാൻ തന്നെ പറ്റുന്നില്ല, അത്രയും വേസ്റ്റ് ആയിരുന്നു. അക്ഷേട്ടനാണെങ്കിൽ ഈ ഫിഷൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചാണ്ടപ്പോൾ ഫുള്ള് നോക്കുമായിരുന്നു, ഭയങ്കര ഇഷ്ടമാണ് അക്ഷേട്ടൻ ഫിഷും കാര്യങ്ങളൊക്കെ. പക്ഷെ അക്ഷേട്ടന് വരെ അത് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ അവിടെ ബാക്കി വെച്ചിട്ട് പോകുന്നു, ഓർക്കും കൊടുത്തില്ല. കാരണം എന്തിനാ, ഞങ്ങൾ തന്നെ ഓൾറെഡി വോമിറ്റ് ചെയ്യാനായിട്ടാണ് നിന്നത്, പിന്നെ ഓർക്കും കൊടുത്തില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോന്നു, കുറേ സാധനങ്ങൾ കഴിഞ്ഞ് തിരിച്ചു പോന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. അപ്പോൾ ഇവൻ ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻ്റ് ഉണ്ട്, ഭയങ്കര ഫുഡ് ടേസ്റ്റാന്ന് പറഞ്ഞിട്ട് അവിടെ കയറി. ഞാൻ അപ്പം തന്നെ ഒരു ബ്ലാക്ക് ടീ കുടിച്ചു. അത് കുടിച്ചപ്പോൾ ഇത്തിരിയെങ്കിലും സമാധാനമായിരുന്നു. പിന്നെ ഫുഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഫുഡായിരുന്നു ഇവിടുത്തെ. അങ്ങനെ ആ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോയി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഡേ 2. ഐ ഹോപ്പ് യു ഓൾ എൻജോയ്. ബാക്ക് വിത്ത് ഡേ 3. ബൈ.